Hallelujah. Praise the Lord. I thank the Lord for one more opportunity the Lord has given me to share God's word today. ഒരിക്കൽ കൂടി ദൈവവചനം നിങ്ങളോട് പങ്കിടാൻ തന്ന അവസരത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. I'm praising God for that amazing time of worship. Amen. ഒരു മനോഹരമായ ആരാധന ശുശ്രൂഷ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. His presence makes all the difference. ദൈവ സാന്നിധ്യമാണ് എല്ലാം മാറ്റുന്നത്. Hallelujah. Amen. Worship is just an amazing way of refocusing our hearts to our Maker. ഒരിക്കൽ കൂടി നമ്മുടെ ശ്രദ്ധ നമ്മുടെ സൃഷ്ടാവിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആരാധന എന്ന് I പറയുന്നത്. just thank the Lord we have that opportunity, that worship is available to us to give unto the Lord, because that just heals us in so many ways. അതുകൊണ്ട് തന്നെ ഈ ആരാധന ശുശ്രൂഷയൊക്കെ നമുക്ക് തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അത് കാരണം എന്ത് വലിയൊരു സൗഖ്യമാണ് നമ്മുടെ ഉള്ളിൽ. Hallelujah. Hallelujah. Amen. Are you grateful? നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ടോ അതിനായി? Hallelujah. So today for God's word, I'm going to take something that's personally helped me so much. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വളരെയധികം ഉപകാരമായ ഒരു കാര്യമാണ്. So let's look at the scripture. Hebrews 12 verse 1. നമ്മൾ എബ്രായ ലേഖനത്തിന്റെ 12:1 നിന്നും ഇങ്ങനെ വായിക്കാം. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Let's run with endurance the race that is set before us. നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. Can you say that out in Malayalam if you can? ഒരുമിച്ച് വായിക്കാം. Let us run this race. അത് ഒരുമിച്ച് വായിക്കാം. ആ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം നമുക്ക് ഒരുമിച്ച് മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. No one is excited about that? ഇതിൽ ആർക്കും ഒരു ഉന്മേഷമില്ലേ? Let us run with endurance the race that is set before us. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. God has called each one of us to run a race. നമ്മളുടെ എല്ലാവരുടെ മേലുള്ള വിളി എന്ന് പറയുന്ന ഒരു ഓട്ടം ഓടാനാണ്. A unique, purposeful journey we are meant to complete with Him. അത് വ്യത്യസ്തമായ ഒരു ഓട്ടമാണ്. അതിന് വളരെ വലിയൊരു നിയോഗം, ഒരു ലക്ഷ്യവുമുണ്ട്. അത് ദൈവത്തിന്റെ കൂടെയാണ് നമ്മൾ ഓടി തീർക്കേണ്ടത്. Hebrews 12 tells us to run the race set before us. എബ്രായ ലേഖനത്തിന്റെ 12 പറയുന്നത് നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ ഓടി തീർക്കണം എന്നാണ്. So God has marked out a personal race for each one of us. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏവർക്കും വ്യക്തിപരമായ ഒരു ഓട്ടമുണ്ട്. My race is not Arun Chan's race. എന്റെ ഓട്ടക്കളമല്ല അരുണിന്റെ ഓട്ടക്കളം. Arun Chan's race is not my race. അരുണിന്റെ ഓട്ടക്കളമല്ല എന്റെ ഓട്ടക്കളം. Similarly, all of our races are so unique. അതുകൊണ്ട് നമുക്ക് ഏവർക്കും നിയോഗിച്ചിരിക്കുന്ന ഓട്ടം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. But one common thing is we are all called to run this race. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഒരേപോലത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവരുടെ മേലെ ഓടാനുള്ള വിളിയുണ്ടെന്നാണ്. And it is in line with our unique calling, gifting and purpose. എന്നിട്ട് ആ ഓട്ടം നമ്മുടെ മേലുള്ള ആ വ്യത്യസ്തമായ വിളിയും നമ്മുടെ മേലുള്ള വ്യത്യസ്തമായ ആ നിയോഗവും എല്ലാം അനുബന്ധിച്ചാണ്. In other words, God has designed a distinct course for your life and my life. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ഏവർക്കും വളരെ വ്യത്യസ്തമായ ഒരു ഓട്ടക്കളം ദൈവം നിയോഗിച്ചിട്ടുണ്ട്. And when I say race, it's not just about your career or calling alone. ഈ ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ കരിയറോ നമ്മുടെ മേലുള്ള വിളിയോ മാത്രമല്ല, But it can even be your roles as a son, daughter, husband, wife, parent. പക്ഷേ നമ്മുടെ പലതരത്തിലുള്ള മേഖലകളായിരിക്കാം ജീവിതത്തിലെ. അതൊരു മകനായോ ഭർത്താവായോ ഒരു മാതാവോ പിതാവോ ആയോ ഒക്കെ ആയിരിക്കാം. Each part of the course God has designed for you. ഈ ഓരോ ചുമതലയും നമുക്ക് വേണ്ടിയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. And even as I was preparing this, the Lord also told me, some of us are transitioning into new responsibilities. ഞാൻ ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ചിലർ തന്നെ മറ്റു പുതിയ മേഖലകളിലേക്ക് മാറാനായിട്ട് ദൈവം നമുക്ക് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. God is expanding our canvas. നമ്മുടെ ആ ചുവർചിത്രത്തെ ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Some of you have more problems to solve. അതിൻ്റെ അർത്ഥം നമ്മൾ ചിലർക്ക് ഇനിയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും സോൾവ് ചെയ്യാൻ. New seasons. വ്യത്യസ്ത കാലഘട്ടങ്ങൾ ഉണ്ടാവും. And each season can feel like a race. ഈ ഓരോ കാലഘട്ടവും ഒരു ഓട്ടം പോലെ നമുക്ക് തോന്നിയേക്കാം. Do you agree? നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഇതുവരെ അംഗീകരിക്കുന്നുണ്ടോ? So I want to tell you, this race is not just about our final destination, final calling, all of that alone, but each role, each season the Lord wants us all to step into. അതുകൊണ്ട് ഈ ഓട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയോഗിച്ചിരിക്കുന്ന അവസാന ലക്ഷ്യം മാത്രമല്ല, നമ്മുടെ ഓരോ കാലഘട്ടവും നമ്മുടെ ഓരോ വ്യത്യസ്ത റോളുകളുമാണ്. And every race demands a pace.
എല്ലാ ഓട്ടത്തിനും അതിൻ്റെതായ ഒരു വേഗതയുമുണ്ട്. Think about a race in your mind. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഓട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാട്ടെ. It requires a pace, right? അതിന് അതിൻ്റെതായ ഒരു വേഗത ആവശ്യമുണ്ട്. You cannot be just idle and think that you will progress in the race. ചുമ്മാ ഇരുന്നിട്ട് ആ ഓട്ടത്തിൽ നമുക്ക് മുന്നേറാൻ നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. So every race demands a pace for that race. ഓരോ ഓട്ടത്തിനും അതിൻ്റെതായ ഒരു വേഗതയുണ്ട്. And this is a rhythm set by God. ആ ഓട്ടത്തിന്റെ വേഗത എന്ന് പറയുന്നത് ദൈവമായിട്ട് ക്രമീകരിച്ച ഒരു താളമാണ്. And depending on the season we are in, sometimes that pace will be fast, sometimes that pace will be slow. നമ്മുടെ കാലഘട്ടം അനുസരിച്ച് ചില നേരം അതിന്റെ വേഗത കൂടാം, ചില നേരം കുറയാം. You know, you probably agree that not all seasons have the same pace. എല്ലാ കാലഘട്ടത്തിലും ഒരേ വേഗതയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ അറിയാം. Some seasons have a different pace. ചില കാലഘട്ടങ്ങൾക്ക് ഒരു വ്യത്യസ്ത വേഗത ആവശ്യമുണ്ട്. But sometimes the pace required for our journey, fast or slow, can make us overwhelmed. ചില സമയം നമ്മുടെ ഓട്ടത്തിന് ആവശ്യമുള്ള വേഗത അത് വളരെ വേഗത കൂടിയതായിരിക്കാം, കുറഞ്ഞതായിരിക്കാം. അത് ചിലപ്പോൾ നമ്മളെ കഷ്ടത്തിലാക്കും. You know, some of us who like everything to be tuck fast. കാര്യങ്ങളൊക്കെ വേഗം നീങ്ങാൻ ഇഷ്ടമുള്ളവർ, When that season of that slow pace comes, it bothers us. വേഗത കുറയ്ക്കേണ്ടിയ ഒരു കാലഘട്ടം വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. But those who are so comfortable with the slow pace, എന്നാൽ ചിലവർക്ക് വളരെ ചെറിയ വേഗത ഇഷ്ടമുള്ളവരുണ്ട്. when God wants us to pick up the pace, that can overwhelm us. ദൈവം വേഗത കൂട്ടാൻ ആവശ്യപ്പെടുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി തോന്നാം. So the overwhelming can happen to any category. അതുകൊണ്ട് തന്നെ ഈ വേഗത നമ്മളെ ബുദ്ധിമുട്ടുന്നത് ഏത് തരത്തിലുള്ളവർക്കും ബാധിക്കപ്പെടാം. But when this overwhelming feeling comes, what we eventually do is we either pause or even feel tempted to quit altogether. വേഗത കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുള്ളപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്നി ഓട്ടം കുറച്ചു നേരം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ ഓട്ടമേ വിട്ടു പോകാനാണ് നമുക്കുള്ളൊരു പ്രേരണ. Often we burn out because we are striving in our own strength rather than depending on God's grace. പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകുന്നത് നമ്മുടെ സ്വന്തം വേഗത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഓടുന്നതാണ്, ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കാതെ. And in doing so, many miss out on fully stepping into the promises and purposes God has called for them. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പലരും ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളിലും ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിൽ അണയാതെ പലരും തീർന്നു പോകുന്ന ഓട്ടത്തിൽ. And I have seen this so much in my own life. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഇത് ഒത്തിരി കണ്ടിട്ടുണ്ട്. I'm going to get a little personal today. ഞാൻ ഇന്ന് കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. Is that okay? അതെല്ലാവർക്കും ഓക്കെ ആണോ? ആരും ഒരു സുഖമില്ലല്ലോ. പേടിക്കണ്ട, ഞാൻ ആവശ്യമുള്ള മാത്രമേ പറയൂ. So by the grace of God, this year I completed 9 years in full-time vocational ministry. ദൈവത്തിന്റെ കൃപയാൽ ഈ വർഷത്തോടെ ഞാൻ 9 വർഷം ഫുൾ ടൈം മിനിസ്ട്രി തികയ്ക്കുകയാണ്. Praise God, all glory to God. അതിന്റെ മഹിമ പൂർണ്ണമായിട്ടും But that's not the highlight. പക്ഷെ അതല്ല ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. I want to honestly admit that I have burnt out so many times. ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമ്മതിക്കട്ടെ, പലപ്പോഴും ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. My leaders know all my history and context and pretext, everything. ഞങ്ങളുടെ ലീഡേഴ്സിനൊക്കെ അറിയാം, നേതാക്കൾക്കൊക്കെ അറിയാം ഞാൻ പറയുന്ന കാര്യം എന്താ. I have crashed and landed so many times. പലപ്പോഴും എൻ്റെ വണ്ടി ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. I have been offended, depressed. ഞാൻ പലരുമായിട്ടും കശപ്പുണ്ടായിട്ടുണ്ട്, പലരുമായിട്ടും എനിക്ക് തന്നെ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. Even to a place where I have had suicidal thoughts. പലപ്പോഴും സൂയിസൈഡിൻ്റെ ചിന്ത വരെ എനിക്കുണ്ടാകുന്ന ഒരു നിലം വരെ അതെത്തി. To be very honest. ഞാൻ നിങ്ങളുടെ മുമ്പാകെ സത്യം പറയുക, In ministry. ഇതും ശുശ്രൂഷയിൽ തന്നെ. Why? എന്തുകൊണ്ട്? Because I strived in my own strength. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ സ്വന്തം ബലത്തിലായിരുന്നു ആശ്രയിച്ചത്. Trying to please people and not God. ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ നോക്കി, ദൈവത്തെ അല്ലാതെ. Even though I knew fully that I was called for this. എനിക്ക് പൂർണ്ണമായിട്ട് അറിയായിരുന്നു എൻ്റെ വിളി അതല്ലെന്ന്. When I stepped into ministry when I was only 23, I had full confirmation and conviction that I was called for this. 23-ാമത്തെ വയസ്സിൽ എന്നെ പൂർണ്ണവേല സുവിശേഷയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് അറിയായിരുന്നു എൻ്റെ വിളി ദൈവത്തെ സേവിക്കാൻ തന്നെയാണ്. But honestly, I did not rely on God's grace for the call. എങ്കിലും ഞാൻ ദൈവത്തിന്റെ കൃപയിലല്ല ആ വിളി പൂർത്തീകരിക്കാൻ ആശ്രയിച്ചു. So here I am today still attempting to run this race. ഇപ്പോഴും നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഈ ഓട്ടം ഓടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. From God's grace and not my own strength.
പക്ഷെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് എൻ്റെ ബലത്തിൽ And that's a daily process. അത് സ്ഥിരം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രക്രിയ. Keep doing it. അത് നമ്മൾ സ്ഥിരമായിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു. So let me remind you, God's grace is not just available. അപ്പൊ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ആ കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് മാത്രമല്ല, It is essential to fulfill the race He has marked out for us. അത് ഇല്ലാതെ ദൈവം നമുക്ക് നിയോഗിച്ചിരിക്കുന്ന ഓട്ടം ഓടിച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. It is essential. അത് വളരെ അത്യാവശ്യമാണ്. What's the best Malayalam word for essential? എസെൻഷ്യലിനുള്ള മറ്റൊരു ഉചിതമായ Oh, I wanted to ask you to repeat it, but let's just receive that. I was anointing there. ഒഴിവാക്കാൻ പറ്റാത്തത്. But I like the other one, Pastor. Thank you. Yeah, so it is essential. അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു It കാര്യം. is essential, church. അത് ഒഴിവാക്കാൻ പറ്റാത്ത I ഒരു want you to കാര്യം. get this into your system. It is essential. നമ്മുടെ മനസ്സിൽ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചാലേ പറ്റൂ. അത് I ഒഴിവാക്കാൻ പറ്റും. know it's so easy to use this in a Christian lingo. By the grace of God, Kribayal. All this is naturally, into our conversations. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ പോലെ കൃപയാൽ ചെയ്തെന്ന് വെറുതെ പറഞ്ഞു പോകാൻ ഇത് എളുപ്പമാണെങ്കിലും ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു But to കാര്യം. fully and totally rely on His grace. എങ്കിലും ആ കൃപയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. That makes a difference, church. അതാണ് ഓട്ടത്തിന് വ്യത്യാസം So വരുന്നത്. God's grace is not just available, it's essential to fulfill the race. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ നമുക്ക് ദൈവം ലഭ്യമാക്കുന്നത് മാത്രമല്ല, അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. Apostle Paul, who faced many hardships, yet finished strong, put it like this in 1 Corinthians 15 verse 10. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഓട്ടത്തിന് ശേഷം 1 കൊരിന്ത്യർ 15:10 ഇങ്ങനെ പറയുന്നു. നമുക്ക് വായിക്കാം മലയാളം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. Hallelujah. Yet not I, but the grace of God with me. എങ്കിലും ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാലാണ്. What is Paul saying here? Paul is saying that it is by the grace of God he became who he is. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ദൈവത്തിന്റെ കൃപയാലാണ് ഞാനാകുന്നു. That transition from Saul to Paul. ശൗലിൽ നിന്നും പൗലോസ് വരെയുള്ള ആ ഒരു മാറ്റം, It is by the grace. അത് കൃപയാലാണ്. And then he says the grace wasn't wasted. എന്നിട്ട് ആ കൃപ വൃഥാവായി പോയില്ലെന്നും പൗലോസ് Which പറയും. means we can waste the grace of God. അതിന്റെ അർത്ഥം ആ കൃപ നമുക്ക് വൃഥാ വീണ കളയാം. He did not waste it how? By laboring. He worked hard, allowing the grace of God to work in him. പൗലോസ് ആ കൃപയിൽ കഠിനാധ്വാനം ചെയ്ത് ആ കൃപ ഉപയോഗിച്ച് അത് വൃഥാ പോവാൻ സമ്മതിച്ചു. He worked hard to allow the grace of God to fulfill his calling. തൻ്റെ കഠിനാധ്വാനം ആ ദൈവകൃപ തൻ്റെ വിളി പൂർത്തീകരിക്കുന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു. Even to a point where at the end of his life he could say this in 2 Timothy 4 verse 7. 2 തിമോത്തിയോസ് 4:7 ഇങ്ങനെ ഒരു സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അത് പോയി ചേർന്നു. നമുക്കൊന്ന് വായിക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. Hallelujah. Hallelujah. And God is calling each one of us to say this at the end of our lives. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അവസാനവും ഇങ്ങനെ പറയാനാണ് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വിളി. ചുമ്മാ തട്ടിയും മുട്ടിയും പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്താണ് ആർക്കും ഒരു എനർജി ഇല്ലാത്ത? വിജയകരമായി ആഘോഷിച്ച് കർത്താവിന്റെ ഹിതം നിറവേറാനാണ് നമ്മളെ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്നത്. Hallelujah. 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 Where we can fully say, I have fought the good fight, I have finished the race, I have kept the faith even before we go. Paul, before his death, he knew it's coming. He could say this statement. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണം വരുന്നതിന് മുമ്പ് ഇങ്ങനെ സാക്ഷിക്കാൻ പറയണം, നല്ല ഓട്ടം ഓടി, ഞാൻ വിശ്വാസം കാത്തുകൊണ്ടു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. That's because he relied on the grace of God to finish the race. പൗലോസിന് പറയാൻ സാധിച്ചത് ദൈവകൃപയിൽ ആശ്രയിച്ച് തൻ്റെ ഓട്ടം തികച്ചു. Hallelujah. 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 Do you believe that you are called? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ മേൽ വിളിയുണ്ട്? Yeah. Everyone here is called by God. നിങ്ങൾ ഓരോരുത്തരും ദൈവമാൽ വിളിക്കപ്പെട്ടവരാണ്. Yes, there is a journey of discovery of what that exact unique calling is. നിങ്ങളുടെ വ്യത്യസ്തമായ വിളി എന്തെന്നറിയാൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു യാത്രയുണ്ട്. It is a pursuit with the Holy Spirit. അത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പിന്തുടരുന്ന ഒരു പ്രയാണമാണ്. You don't get the full picture
just like that. നമുക്ക് ആ പൂർണ്ണമായ ചിത്രം വളരെ വേഗത്തിൽ അങ്ങനെ തന്നെ കിട്ടില്ല. We have to walk with the Lord to fully understand. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോഴാണ് അത് നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. Those who walk with God for many years know what I'm talking about, right? അനേകം വർഷം ദൈവത്തിന്റെ കൂടെ നടന്നവർക്കറിയാം എന്തിനെ കുറിച്ച്. The more you engage, the more you get close to Him, you get more idea of what you're exactly called for. ദൈവമായിട്ട് നമ്മൾ അടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വിളി എന്തുവാണ്. And we are accountable for that calling. എന്നിട്ട് അതിന് ദൈവം നമ്മളോട് ഒരു കണക്കും ആവശ്യം. I'm not saying that to scare us, നമ്മളെ ഭയപ്പെടുത്താനല്ല ഞാൻ ഈ പറയുന്നത്. but that is a reality. അതാണ് സത്യം. Yes, salvation is there, രക്ഷയുണ്ട്. but when we go up there to tell us, well done, good and faithful servant, that means there's a unique purpose we are all designed for. എങ്കിലും നമ്മൾ അവിടെ എത്തുമ്പോൾ അവസാനം നമ്മളോട് എൻ്റെ നല്ല വേലക്കാരനെ, ഉത്തമനായ വേലക്കാരനെ, ഓട്ടം തികച്ചവനെ എന്ന് നക്സാക്ഷി നമുക്ക് വേണമെങ്കിൽ നമ്മൾ നിയോഗിക്കേണ്ടിയ വളരെ വ്യക്തിപരമായ ഒരു ഓട്ടം നമ്മൾക്ക് ഇവർക്കും ഉണ്ട്. But let me encourage you, don't have to do it in your own strength. പക്ഷേ നല്ല വാർത്ത ഇതാണ്, നിങ്ങളുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചത് ചെയ്യണമെന്നില്ല. I know some of you have callings, or you've been told, or you've sensed that you have such great callings over your life and you feel sometimes intimidated. ചില സമയം നിങ്ങളുടെ മേലുള്ള ആ വിളിയുടെ ആ വലിപ്പം കണ്ട് നമുക്ക് പലർക്കും ഭയമുണ്ടായിരിക്കും. Honestly, that was my situation. സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു. When I started serving the Lord, ഞാൻ ദൈവത്തെ സേവിക്കുന്നത് തുടങ്ങിയ കാലത്ത് I was very comfortable sitting there. അവിടെ അങ്ങനെ ഇരിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. If you give me an option, I'll go and sit there again. എനിക്കായിട്ട് ഒരു ഓപ്ഷൻ തന്നാൽ ഞാൻ വീണ്ടും അവിടെ തന്നെ പോയി. And for me, that looked like obedience because I joined ministry. എന്നെ സംബന്ധിച്ച് അന്നേരം അത് അനുസരണം പോലായിരുന്നു. കാരണം ഞാൻ അനുസരിച്ചാണ് സുവിശേഷത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വന്നത്. I was pursuing the race God called for me. ദൈവം എനിക്ക് വേണ്ടി വെച്ച ആ ഓട്ടമായിരുന്നു ഞാൻ പിന്തുടർന്നുകൊണ്ടിരുന്നത്. But God is a master of details. എങ്കിലും ദൈവം എല്ലാ കാര്യത്തിന്റെയും ഡീറ്റെയിൽ നോക്കുന്ന He ദൈവമായതുകൊണ്ട് wanted more from me. എന്നിൽ നിന്ന് അധികം ആവശ്യപ്പെട്ടു. And to be very honest, I didn't want to give more. സത്യം പറഞ്ഞ ആ ആവശ്യപ്പെട്ട് കൊടുക്കാൻ എനിക്ക് വലിയ മനസ്സൊന്നുമില്ലായിരുന്നു. I was scared. കാരണം എനിക്ക് ഭയമായിരുന്നു. I was scared of what others would think. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള I was ഭയം. scared to come up here. എനിക്ക് മുമ്പിൽ വരാൻ ഭയമായിരുന്നു. I was scared. എനിക്ക് ഭയമായിരുന്നു. And that is a reality for a lot of us. നമ്മൾ പലരുടെയും സത്യാവസ്ഥ തന്നെ. Some of your journey might not be similar to mine, but yours will be different. നിങ്ങളുടെ ചിലവരുടെ യാത്ര എൻ്റേതുപോലെ അല്ലായിരിക്കാം, വ്യത്യസ്തമായിരിക്കാം. If actually, to be very honest, if your calling doesn't scare you, then it is probably not your calling. പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിളി നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിളി In അല്ലായിരിക്കും. a good way. ഒരു നല്ല രീതിയിൽ ഞാനിത് Because പറയാം. the Lord always gives us a larger than us picture. കാരണം ദൈവം നമുക്ക് തരുന്ന ചോർച്ചത്വം എന്ന് പറഞ്ഞാൽ നമ്മൾക്കാളും വലിയൊരു പടമാണ്. When I thought I could just, serve in the media department and lead that team and bring all technological innovations, all that to church, God's like, no. That's not what I've called you for. ഞാൻ ആ മീഡിയ ടീമിനെ ലീഡ് ചെയ്ത് മീഡിയയുടെ കാര്യങ്ങളും ടെക്നോളജിയും ആ കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തത ഒക്കെ വരുത്തി അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അല്ല, നിന്റെ വിളി അതല്ല. And to be very honest, what happened to me personally is in 2022, I had a deep encounter with the Lord when I just felt a sudden fear of the Lord over me. 2022 ദൈവമായിട്ട് എനിക്കൊരു അഭിമുഖം ഉണ്ടായപ്പോൾ സത്യം പറഞ്ഞ വലിയൊരു ദൈവ ഭയം എൻ്റെ ഉള്ളിലുണ്ടായി. Where I understood I have to give account for the race designed for me. ഇപ്പം എനിക്ക് മനസ്സിലായത് എനിക്ക് ക്രമീകരിച്ചിരിക്കുന്ന ആ ഓട്ടത്തിന് ഞാൻ ദൈവത്തിന് കണക്ക് ബോധിക്കേണ്ടിയിരിക്കുന്നു. I've heard that so many times. ഞാൻ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. I've been around church. I've gone for that Agape Disciple School. Everything, all that has come into my brain, but it never connected to my heart. ഞാൻ പള്ളിയിലെ സഭയുടെ പല കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ കേട്ട അഗാപ്പെ ഡിസൈപ്പിൾഷിപ്പ് സ്കൂൾ അതിൻ്റെയൊക്കെ ഒരു പങ്കുത്വം വഹിച്ചെങ്കിലും അതെനിക്ക് അത്ര അന്നേരം ഒന്നും മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിലും. But at one point, by the mercy of God, I thank God for His mercy because He gave me that revelation. എങ്കിലും തൻ്റെ കരുണയിൽ ദൈവം ആ വെളിപാട് അന്നേരം എനിക്ക് തന്നെ ദൈവത്തെ സ്തുതിക്കും. കൊളോക്കലി പറഞ്ഞ ബൾബ് കത്തി. Man. And that is when I started to try my best to pursue. അപ്പോഴാണ് ഞാൻ എൻ്റെ ബെസ്റ്റ് പരിശ്രമിക്കാൻ നോക്കിയ ദൈവത്തെ പിന്തുടരാൻ. അപ്പോഴേ തുടങ്ങിയുള്ളൂ സത്യം പറഞ്ഞു. I'm okay to be honest this morning because I know it will help you. ഈ പകൽക്കാലം നിങ്ങളോട് പൂർണ്ണമായിട്ട് തുറന്ന് സംസാരിക്കാൻ എനിക്ക് ഭയമില്ല. But I knew that I couldn't rely on my own strength because my own strength will always attract me to that place. എനിക്കറിയാവുന്ന എൻ്റെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് എനിക്കത് ഓടിച്ച് തീർക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സ്വന്തം ബലം എന്നെ ആകർഷിക്കുന്ന അങ്ങോട്ടേക്ക്. So I needed something more. എനിക്ക് അതിലും മികച്ച ഒന്ന് ആവശ്യമാണ്. I needed to rely on something greater than me.
എന്നേക്കാൾ വലിയൊരെന്തിനും എനിക്ക് ആശ്രയിക്കേണ്ടി something വന്നു. greater than my likes, desires, എൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മേലുള്ള ഒരു സാധനം, my inhibitions, my weaknesses. എൻ്റെ ഭയങ്ങൾ, അതിനേക്കാൾ വലിയ, എൻ്റെ ബലഹീനതയേക്കാൾ വലിയ കാര്യം I needed grace. എനിക്ക് കൃപയായിരുന്നു. And I need grace daily. ആ കൃപ എനിക്ക് ദിനംതരം ആവശ്യം. You need grace for your call. നിങ്ങൾക്കും കൃപ ആവശ്യമുണ്ട്. And it might be very different നിങ്ങളുടെ ഓട്ടം വ്യത്യസ്തമായിരിക്കാം. from my journey. എൻ്റെ ഓട്ടം വെച്ച് നോക്കും. I'm not here to compare and say you need to come on stage. അതുകൊണ്ട് അത് കമ്പയർ ചെയ്ത് നിങ്ങളെല്ലാം സ്റ്റേജിൽ വരണം എന്നല്ല ഞങ്ങളോട് പറയുന്നത്. Whatever that calling is, spend time with the Lord to understand fully what your calling is and pursue it relying on God's grace. നിങ്ങളുടെ വിളി എന്താണെങ്കിലും ശരി, അത് എന്താണെന്ന് സമ്പൂർണ്ണതയിൽ അറിയാൻ ദൈവ സാന്നിധ്യത്തിൽ സമയം ചെലവഴിച്ച് നിങ്ങളുടെ ഓട്ടം തുടരുക. So I've been saying grace for a long time. So let us discuss what is actually grace. ഇപ്പൊ ഈ കൃപ നമ്മൾ ഒത്തിരി കേൾക്കുന്നു. ഇപ്പൊ ആ കൃപ എന്തെന്ന് നമുക്കൊന്ന് It പരിശോധിച്ചറിയാം. comes from the Greek word charis. കാരിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് വരുന്നത്. It is a root word for the word charismatic. കരിസ്മാറ്റിക് എന്നുള്ള പദത്തിന്റെ വേര് തന്നെ ആ കാരിസ് എന്നുള്ള പദമാണ്. And it simply means gift, favor, kindness, or blessing. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു കരുണ, ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിലാണ്. And mostly in the Christian circles, we understand it as unmerited favor. നമ്മുടെ ഈ ക്രിസ്തീയ സർക്കിൾ നമ്മൾ അറിയുന്ന അർഹിക്കാത്ത ഒരു കൃപ അല്ലെങ്കിൽ ഒരു പ്രീതി, ദൈവപ്രീതി, Undeserved benevolence by the king. ആ രാജാവ് നമുക്ക് തരുന്ന ആ കൃപ, അത് നമുക്ക് ഒരു അർഹതയുമില്ല അത്. So when we say by the grace of God I am doing well, by the grace of God I could do that, we are saying without really deserving it, God has helped. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാ ഞാൻ അത് ചെയ്തു, ദൈവത്തിന്റെ കൃപയാ ഞാൻ അത് സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ അതിനൊരു അർഹതയും ഇല്ല എന്നാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. But let me tell you, grace isn't just unmerited favor, it is also the divine empowerment of God. അത് നമുക്ക് അർഹിക്കാത്ത ദൈവപ്രീതി മാത്രമല്ല, ദൈവത്തിന്റെ ബലം കൂടിയാണ് ദൈവനിയോഗം സാധിച്ചെടുക്കുക. We understand this in 2 Corinthians chapter 12 verse 9. 2 കൊരിന്ത്യർ 9:12 വാക്യത്തിൽ നമ്മളിതിങ്ങനെ വായിക്കാം. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. Hallelujah. He says here, my grace is all you need, my power works best in weakness. അത് പറയുന്നത് എൻ്റെ കൃപയാണ് നിങ്ങൾക്ക് ആവശ്യം, എൻ്റെ ബലം നിങ്ങൾ തയ്ക്കുന്നത് നിങ്ങളുടെ ബലഹീനത്തിലാണ്. Notice the word power. ആ ബലം എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ Grace is not just unmerited favor, it is power. അത് അർഹിക്കാത്ത ദൈവപ്രീതി മാത്രമല്ല, It is ബലം power കൂടിയാണ്. to enable us. നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ തരുന്ന ഒരു ബലമാണത്. Grace is what gives us strength to go beyond our natural ability. നമുക്ക് നാച്ചുറലായിട്ടുള്ള കഴിവിനും അപ്പുറം പ്രവർത്തിക്കാൻ തരുന്ന ദൈവത്തിന്റെ ബലമാണ് കൃപ എന്ന് പറയുന്നത്. So if you are assessing yourself based on your natural abilities to fulfill God's call over you, let me tell you, grace supersedes that. സാധാരണമായി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകളാണ് നിങ്ങൾ നിങ്ങളുടെ വിധി പൂർത്തീകരിക്കാൻ ആശ്രയിക്കുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ബലമാണ് നിങ്ങളെ അതിനപ്പുറം ചെയ്യാൻ സാധിപ്പിക്കും. Because often our excuse to fulfill something greater than us is to say, I am not naturally able to do it. കാരണം നമ്മുടെ വിളി പൂർത്തീകരിക്കാതിരിക്കാനുള്ള നമ്മളുടെ പലപ്പോഴുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. Even someone so great like Moses said, Lord, I am a stammerer. വലിയ മനുഷ്യനായ മോശ പോലും പറഞ്ഞു, എനിക്ക് ശരിക്ക് സംസാരിക്കാൻ പറ്റില്ല, വിക്കുണ്ട്. But grace can override that. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ബലം, Grace is what gives us strength കൃപയാണ് നമുക്ക് ബലം to fulfill a calling bigger than ourselves. നമ്മളെക്കാൾ വലിയതായ ഒരു വിളി പൂർത്തീകരിച്ചെടുക്കാനുള്ള ബലം. So even as I was thinking about this message, ഞാൻ ഈ സന്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ God just showed me one example which I found interesting to connect this. എനിക്ക് ദൈവം ഇങ്ങനെ ഒരു ഉപമ തരുകയുണ്ടായി. So as you know, I have young children. എനിക്ക് കൊച്ചു പിള്ളേരുള്ള നിങ്ങൾക്കറിയാം. And especially with my oldest boy who's just going to turn 3 in August. എൻ്റെ മൂത്ത മകനായ ജയറാം ഇപ്പം ഓഗസ്റ്റിന് 3 വയസ്സ് തികയുന്നേ ഉള്ളൂ. I need to travel with him a lot. എനിക്ക് അവൻ്റെ കൂടെ സഞ്ചരിക്കേണ്ട Like ആവശ്യമുണ്ട്. just 2 of us. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് Because ചിലപ്പോൾ back in the day, even when we didn't have a second born, I had to drop my wife to work. എൻ്റെ മോൾ ഉണ്ടാവുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഭാര്യയെ ജോലിക്ക് വിടേണ്ട ആവശ്യമുണ്ടായിരുന്നപ്പോൾ So if
I couldn't leave him alone at home. ജാര ഒറ്റയ്ക്ക് വിട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. And there wasn't an option for me to, take someone else with me just to, do all those things. അതുകൊണ്ട് ജാരെ കൂടെ കൊണ്ടുപോകാനായിട്ട് മറ്റൊരാളെ അതിനായിട്ട് മാത്രം കൂടെ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ So എനിക്കില്ലായിരുന്നു. I praise God for whoever invented car seats. അതുകൊണ്ട് തന്നെ ആരാണ് ഈ കാർ സീറ്റ് ഉണ്ടാക്കിയത് അതിനുവേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I know in this part of the world it's not really enforced like other parts of the world. എനിക്കറിയാം ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളെ പോലെ നമ്മുടെ രാജ്യത്തിൽ അതിങ്ങനെ എൻഫോഴ്സ് ചെയ്യുന്നില്ല. It's like a choice we take here. ഇവിടെ നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. Whereas in other nations there is no choice. പക്ഷെ മറ്റ് ദേശങ്ങളിൽ അത് നമുക്കൊരു ചോയ്സ് ഒന്നുമില്ല. But I was noticing, if there was no car seat, how would I transport my young boy? ഞാൻ ചിന്തിച്ചത് ഈ കാർ സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ മകനെ കൂടെ കൊണ്ടുപോകുന്നത്? With his height and his appetite for activity, he would never sit on the normal seat properly. അവൻ്റെ ആ ഹൈറ്റും പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവൻ്റെ ആ ഒരു വിശപ്പും കാരണം അവൻ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. But somewhere along the journey, both Nia and I, we figured out we need to use the car seat. എങ്കിലും ഞങ്ങളുടെ ഈ ആ ജീവിതയാത്രയെ ഞാനും നീയും മനസ്സിലാക്കി ഞങ്ങൾ ഈ കാർ സീറ്റ് ഉപയോഗിച്ചല്ലേ. Both of us have busy schedules. We need to, be dynamic. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്കെഡ്യൂൾ വളരെ ബിസി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റൂ, നീങ്ങിക്കൊണ്ടിരിക്കണം ഞങ്ങൾ. The journey is still there. ആ ഞങ്ങളുടെ യാത്ര I അങ്ങനെയുണ്ട്. still have to drive the car. ഞാൻ വണ്ടി ഓടിച്ചെങ്കിലേ പറ്റൂ. But the car seat empowers me to take my son with me. എങ്കിലും ആ കാർ സീറ്റ് ജയറായി എൻ്റെ കൂടെ കൊണ്ടുവരാൻ എന്നെ സഹായിക്കുന്നു. It doesn't eliminate the need for us to drive the car or be responsible. ഞാൻ വണ്ടി ഓടിക്കുന്നതിലോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നോ ആ കാർ സീറ്റ് എന്നെ വിടുന്നില്ല. Yes, car seat is probably primarily understood as a thing for safety. നിങ്ങൾ കാർ സീറ്റ് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സുരക്ഷിതമാണ് ചിന്തിക്കുന്നത്, പിള്ളേരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ. But to be very honest, it is much more for us. പക്ഷെ ഞങ്ങൾക്കത് അതിലും വലുതായിരുന്നു. It is empowering us to do life very differently. If we didn't have it, we would have really struggled. അത് ഞങ്ങൾക്ക് നിയോഗിച്ചിരിക്കുന്ന ജീവിതം വളരെയധികം ഫലപ്രദമായിട്ട് ജീവിക്കാനുള്ള ബലം ഞങ്ങൾക്ക് തന്നു. So that is what grace does. ഇതാണ് കൃപയും ചെയ്യുന്നത്. It helps us to go beyond our natural ability or inhibitions. നമ്മുടെ സാധാരണമായ ബലത്തിൻ്റെയും കഴിവുകളുടെയും അപ്പുറം ചലിക്കാനുള്ള ബലം കൃപ നമുക്ക് തരും. So let me ask you a few questions. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കട്ടെ. Wherever you connect with, please, allow the Holy Spirit to minister to you. നിങ്ങൾ ഏത് നിരത്തിലാണെങ്കിലും ശരി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചാട്ടെ. Are you overwhelmed by your race? നിങ്ങളുടെ ഓട്ടം നിങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ടോ? Are your roles in life draining you out? ജീവിതത്തിൽ നിങ്ങൾക്ക് പങ്കുവെക്കാൻ ചരിച്ചിരിക്കുന്ന ആ റോളുകൾ നിങ്ങളെ ചൂർന്നെടുക്കുന്നുണ്ടോ? Pressures of the call crippling you. നിങ്ങളുടെ വിളിയുടെ ഖനം നിങ്ങളെ പലപ്പോഴും വീക്കാക്കുന്നുണ്ടോ? Do you feel like the pace is too fast or the finish line too far? നിങ്ങളുടെ വേഗത വളരെ അധികമാണെന്നും ആ എത്താനുള്ള അവസാന ലക്ഷ്യം വളരെ ദൂരെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Do you know that you are called but wonder if you can complete what God has asked of you? ദൈവം നിങ്ങളെ വിളിച്ചു എന്നറിയാം, എങ്കിൽ ഈ ഓട്ടം തയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? When challenging seasons come your way, do you feel deflated? വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ബലമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? Church, today I want to encourage you to know that God's grace is the fuel for your race. സഭ ഇന്ന് നിങ്ങളെ പ്രചോദനപ്പെടുത്തിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപയാണ് നിങ്ങളുടെ ഓട്ടത്തിന്റെ ഇന്ധനം. Hallelujah. His grace is the fuel for your race. നിങ്ങളുടെ ഓട്ടത്തിന്റെ ഇന്ധനം ദൈവത്തിന്റെ കൃപയാണ്. His grace is the fuel for every season. നിങ്ങളുടെ എല്ലാ കാലഘട്ടത്തിന്റെയും ഇന്ധനവും ആ കൃപയാണ്. His grace is the fuel for every challenge that comes your way. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ചാലഞ്ചിനും ആവശ്യമുള്ള ഇന്ധനം ആ Why did കൃപയാണ്. Jesus say be of good cheer? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ളവരായിട്ട് ഇരിക്കുക? In this world you will have trouble, but be of good cheer. ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടായിരിക്കും, എന്നാൽ നിങ്ങൾ സന്തോഷമുള്ളവരായിട്ട് Because ഇരിക്കുക. church, there is grace. കാരണം കൃപ നമുക്ക് There is grace. നമുക്ക് കൃപയുണ്ട് There is സഭയിൽ. power. നമുക്ക് ബലമുണ്ട് There is സഭയിൽ. power. നമുക്ക് ബലമുണ്ട് You സഭയിൽ. don't have to do it in your own strength. നിങ്ങളുടെ സ്വന്തം ബലത്തിൽ നിങ്ങൾ അത് ചെയ്ത് തീർക്കാൻ ആവശ്യമില്ല. God will never assign you a race without also providing the grace.
നിങ്ങൾക്ക് കൃപ കൊടുക്കാത്ത ഒരു ഓട്ടം ദൈവം നിങ്ങൾക്ക് നിയോഗിച്ചിട്ടില്ല. So when that challenge comes your way, എന്തിനാ ദൈവമേ ഇത് വന്നേന്ന് ചോദിക്കുമ്പോൾ, please understand your God will provide you grace. അതുകൊണ്ട് നിങ്ങൾക്കൊരു ചാലഞ്ച് വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞാട്ടെ, അതിനുള്ള കൃപ നിങ്ങളുടെ ദൈവം നമുക്ക് തരും. If God called you to it, His grace will carry you through it. ദൈവം നിങ്ങളെ അതിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളെ അതിൽ കയ്യിൽ കരുതിക്കൊണ്ട് And like we have all heard, God doesn't call the equipped, He equips the called with grace. കഴിവുള്ളവനെയല്ല ദൈവം വിളിച്ചവന് ദൈവം കൃപ കൊടുത്ത് കഴിവുള്ളവനാക്കി മാറ്റുക. So today it is vitally important for all of us to lean into His grace. അതുകൊണ്ട് നമ്മൾ ഏവരും ഇന്ന് ദൈവകൃപയിൽ ചാഞ്ഞ് ആശ്രയിക്കുന്നത് വളരെ മുഖ്യമാണ്. Because just like I mentioned, just understanding it in head knowledge alone won't help. കാരണം തലയിലുള്ള അറിവായിട്ട് മാത്രം അത് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. We need to lean in. നമ്മൾ അതിലേക്ക് ചായണം. We need to lean into the grace of God. ആ കൃപയിൽ ചാഞ്ഞ് നമ്മൾ ആശ്രയിക്കണം. And I want to end today's sermon by sharing 5 practical ways to lean into God's grace. ആ ദൈവകൃപയിൽ ചാഞ്ഞ് ആശ്രയിക്കാനുള്ള 5 പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. With one bonus point, so 6 practical ways. ഒരു ബോണസ് പോയിന്റ് കൂടെ, അപ്പോൾ 6 പ്രാക്ടിക്കൽ പോയിന്റ് ആയി. ഞാനത് തെറ്റ് പറ്റിയോണ്ട് നൈസായിട്ടൊന്ന് താങ്ക് യു. So 6 practical ways to lean into God's grace. 6 പ്രാക്ടിക്കലായ വഴികൾ ദൈവകൃപയിൽ ചാഞ്ഞ് ആശ്രയിക്കാൻ. Firstly, let's look at the scripture we began with, Hebrews 12 verse 1 and 2, if you can read. നമ്മൾ എബ്രായ ലേഖനത്തിന്റെ 12 1ഉം 2ഉം ഒന്ന് വായിക്കാമെങ്കിൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. Verse 2 begins like this: looking only at Jesus, the originator and perfecter of the faith. യേശു ക്രിസ്തുവിലേക്ക് കണ്ണ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ തുടക്കവും നമ്മുടെ ഓട്ടം തയ്ക്കുന്നവനായ. That's the first and most important way practically to lean into God's grace, by looking unto Jesus daily. നമ്മുടെ ദൃഷ്ടി ദിനംദിനം യേശു ക്രിസ്തുവിലേക്ക് വെക്കുന്നതാണ് നമ്മുടെ ഓട്ടം തയ്ക്കാനുള്ള കൃപയിൽ ആശ്രയിക്കാനുള്ള. In Proverbs 3 verse 5 to 6 we read, സദൃശ്യവാക്യങ്ങൾ 3:5 തൊട്ട് 6 വരെയുള്ളതിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. trust in the Lord with all your heart പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. and do not lean on your own understanding, സ്വന്തം ബലത്തിൽ ആശ്രയിക്കരുത്. but God is calling us to lean into His grace. കൃപയിൽ ചാഞ്ഞ് ആശ്രയിക്കാനാണ് ദൈവം. Hallelujah. Looking unto Jesus daily. ഓരോ ദിവസവും ക്രിസ്തുവിൽ നോക്കുക. So shifting our focus to Jesus on a daily basis through worship and prayer is so powerful. നമ്മുടെ ദൃഷ്ടിയും ശ്രദ്ധയും ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആരാധനയിലും That പ്രാർത്ഥന. is where we intentionally refocus from our strength to His grace. അവിടാണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ബലത്തിൽ നിന്നും ക്രിസ്തുവിന്റെ കൃപയിലേക്ക് നമ്മൾ തിരിച്ച് കേന്ദ്രീകരിക്കുക. Acknowledge your dependence on Him. ഈ ക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയത്തെ നമ്മൾ You know, അംഗീകരിക്കണം. when we look unto Jesus daily, we are telling God, without you I cannot. നമ്മുടെ ദൃഷ്ടി ക്രിസ്തുവിലേക്ക് വെക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയാണ്, അങ്ങില്ലാതെ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല. But we don't stay there, we say, with you I can. അവിടെ മാത്രം നമ്മൾ ഇരിക്കില്ല, അതിന്റെ കൂടെ നമ്മൾ പറയാണ്, അങ്ങയുടെ കൂടെ ഞാൻ എന്തും Hallelujah. സാധിക്കും. Surrender your plans and posture your heart for His space and strength. നമ്മുടെ പദ്ധതികൾ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന്റെ ശബ്ദത്തിനായും ദൈവത്തിന്റെ നയവനായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. So first way is look unto Jesus daily. അപ്പൊ ആദ്യത്തെ വഴി നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കണ്ണ് എപ്പോഴും ക്രിസ്തുവിന് മേൽ വെക്കുക. Secondly, allow the word of God to build you up. രണ്ടാമത് ദൈവവചനത്തെ നമ്മളെ പടുത്തുയർത്താൻ നമ്മൾ അനുവദിക്കുക. We read in Acts 20 verse 32. അപ്പോസ്തല പ്രവർത്തികൾ 20:32 നമുക്കിങ്ങനെ വായിക്കാം. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കും. Hallelujah. I commend you to God and to the word of His grace, ക്രിസ്തുവിന്റെ ആ വചനത്തിലും ആ കൃപയിലും ഞാൻ നിങ്ങളെ which is പരമേൽപ്പിക്കുന്നു. able to build you up അതാണ് നമ്മളെ പടുത്തുയർത്തുന്നത്. and give you an inheritance. അത് നമുക്ക് നിത്യ അവകാശം തരും. Hallelujah. ഹല്ലേലൂയ. Leaning into His grace
looks like allowing the word of God to build us up. ആ കൃപയിൽ ചായുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ദൈവവചനത്തെ പടുത്തുയർത്താൻ നമ്മൾ അനുവദിക്കുന്നതിൽ കൂടിയാണ്. Read scripture not just for knowledge, അറിവിന് വേണ്ടി മാത്രമല്ല ദൈവവചനം നമ്മൾ വായിക്കുന്നത്. not just to fulfill a Christian obligation, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിനെ ചെക്ക് ലിസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, but to receive grace, പക്ഷെ കൃപ ലഭിക്കാൻ, to receive power, ശക്തി ലഭിക്കാൻ, letting it renew your mind and give strength for your race. നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്തിട്ട് നമ്മുടെ ഓട്ടം തയ്ക്കാനുള്ള ബലം നമുക്ക് കൊടുക്കാൻ അനുവദിക്കാൻ കൂടി. And this is one of the first things the enemy takes out from a Christian's life. അപ്പം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം ശത്രു എടുത്തു മാറ്റുന്ന ഇതാണ്. You know, the relationship with the word, lot of us, including me, can find so boring because you are not connecting with it the way the Lord has designed you to connect with it. ദൈവവചനം വായിക്കുന്ന പലപ്പോഴും നമുക്കൊരു ബോറിംഗ് അനുഭവമായിട്ട് തോന്നുന്നത് കാരണം ദൈവം നിയോഗിച്ച പോലെ നമ്മൾ അതിനോട് ചേർത്ത് അണയാത്തത്. Because you are probably just reading text. കാരണം അവിടെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ മാത്രമായിരിക്കും പലപ്പോഴും നമ്മൾ വായിക്കുന്നത്. From now on, if I can encourage you, approach the word where you can receive power from it. പക്ഷേ ഇനിയും തൊട്ട് നിങ്ങൾ വചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് ശക്തി ലഭിക്കുന്ന Where those രീതിയിൽ അത് truths can set you free. അതിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ നമ്മളെ മോചിപ്പിക്കുന്ന രീതിയിൽ അതൊന്ന് വായിച്ചാൽ. Hallelujah. Hallelujah. I want to tell you the word of God is the voice of grace. കാരണം കൃപയുടെ ശബ്ദം ദൈവത്തിന്റെ It's വചനമാണ്. the voice of power unto you. അത് ശക്തിയുടെ ഒരു ശബ്ദമാണ് It's നമുക്ക് like ബലം putting തരുന്നത്. yourself into a charging socket and get charged by the truth of God's word. അത് നമ്മളെ തന്നെ ഒരു ചാർജിങ് സോക്കറ്റിലേക്ക് കുത്തി അതിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി ഉരിഞ്ഞെടുക്കുന്ന പോലെ. Hallelujah. Allow the word of God to build you up. അതുകൊണ്ട് ദൈവവചനത്തെ നമ്മളെ പടുത്തുയർത്താൻ നമ്മൾ അനുവദിക്കണം. Thirdly, submit to the leadership of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് We മൂന്ന്. read in Galatians 5 verse 25. ഗലാത്യർ 5:25 നമുക്കിതിങ്ങനെ വായിക്കാം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. Hallelujah. If we live in the Spirit, let us also walk in the Spirit. ആത്മാവിനാൽ ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് We നടക്കുകയും ചെയ്യും. heard wonderful messages in the past few weeks about the Holy Spirit and life in the Spirit. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവുള്ള ജീവിതത്തിനെ കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ടായി We സഭയിൽ. must allow the Holy Spirit to direct every aspect of our lives. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നയിക്കാനായിട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കും. You know, many times we run in our own pace പലപ്പോഴും നമ്മുടെ സ്വന്തം വേഗത്തിൽ നമ്മൾ ഓടുമ്പോൾ and we pant. നമ്മൾ കിണയ്ക്കും. And probably the Holy Spirit never asked us to go in that pace. പലപ്പോഴും പരിശുദ്ധാത്മാവ് അതൊന്നും ആ വേഗതയിൽ ചലിക്കാൻ നമ്മളോട് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. So it's not about running fast or slow, it's about running in rhythm with the Holy Spirit. അതുകൊണ്ട് വേഗത്തോടെയോ വേഗം കുറച്ചുകൊണ്ട് ഓടുന്നതല്ല, പരിശുദ്ധാത്മാവിന്റെ ഈണത്തോടാണ് ഞാൻ It ഓടുന്നതാണ്. is in rhythm with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഈണത്തോട് ചേർന്ന് ഓടുന്നത്. You know, for the worship team, when they, sing a song here in church, വർഷിപ്പ് ടീം നമ്മുടെ ഇവിടെ ആരാധിക്കുമ്പോൾ they use something called a metronome, അവർ മെട്രോണോം എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കും. which gives beats for them for each song. ഓരോ പാട്ടിനും ആവശ്യമുള്ള താളം ആ മെട്രോണോമാണ് That's why കൊടുക്കുന്നത്. they're all wearing in-ears. അതുകൊണ്ടാണ് അവരൊക്കെ കാതിലെ ഇന്നിയസ് ഇട്ടുകൊണ്ട് And that is that beat, the rhythm that, which is common so that everyone can stay to the same beat. ആ താളം കേട്ടിട്ടാണ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഒരേ ഈണത്തിൽ ചലിക്കുന്നത്. And the Holy Spirit wants us to tune into the heavenly metronome for our lives. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ മെട്രോണോം നമ്മുടെ ജീവിതത്തിന്റെ വേഗതയോട് ക്രമീകരിച്ച് ഓടാനാണ് Heaven's ദൈവം rhythm ആഗ്രഹിക്കുന്നത്. for our life. അതാണ് സ്വർഗത്തിന്റെ താളം നമ്മുടെ ജീവിതത്തിന് Hallelujah. വേണ്ടിയുള്ളത്. Hallelujah. Holy Spirit's guidance and leadership keeps you from burnout and helps you in course correction. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ക്ഷീണിക്കുന്നതിൽ നിന്ന് നമ്മളെ തടുത്ത് നമ്മൾക്ക് ദൈവനിയോഗം ബലത്തിൽ തീർക്കാനുള്ള ശക്തി തരുന്നു. The more you commit yourself to a closer walk with the Holy Spirit, He will tell you, I think that's not the time for this. Maybe this is the time for this. And He will give you clear guidance. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മളോട് പറയും, ഇതല്ല ഇത് ചെയ്യാനുള്ള സമയം, ഇപ്പം ഇത് ചെയ്യുക. Hallelujah. Hallelujah. So we submit to the leadership of the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുക. Fourthly, we eliminate pride and embrace humility. നാലാമത്തത് അഹങ്കാരം വിട്ടിട്ട് താഴ്മയെ ചേർത്തണയ്ക്കുക. We read in James 4:6. യാക്കോബ് 5:6 നമുക്കിങ്ങനെ വായിക്കാം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. Hallelujah. God is opposed to the proud,
but gives grace to the humble. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുകയും So ചെയ്യും. how does this look? Pride says, I've got this. നമ്മുടെ ഉള്ളിൽ ആ നിഗളിച്ച അല്ലെ അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ പറയും എനിക്കിത് ചെയ്യാം. It just doesn't mean, we are showing off alone. We take everything by our own strength. അങ്ങനെ ചെയ്ത് നമ്മളൊരു ആളാകാൻ മാത്രമല്ല നമ്മുടെ ബലത്തിൽ നമ്മളെല്ലാം കൈകടത്തുക. I will run this race ഈ ഓട്ടം ഞാൻ ഓടി by my own strength. എന്റെ സ്വന്തം ബലത്താൽ ഓടി So തീർക്കും. we say, I've got this. നമ്മൾ പറയും എനിക്ക് ഇത് എന്റെ നിയന്ത്രണത്തിലുണ്ട്. But humility says, Lord, I need you. എന്നാൽ താഴ്മയോ ദൈവമേ എനിക്ക് അങ്ങേ I വേണമെന്ന് പറയും. need your grace to go forward. അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമുണ്ട് മുന്നോട്ട് ചലിക്കാൻ. Humility positions your heart to receive more of God's strength. താഴ്മയാണ് ദൈവശക്തി അധികമായിട്ട് സ്വീകരിച്ച് ഓടാൻ നമ്മളെ ക്രമീകരിക്കുന്നത്. The more you recognize your need, the more grace flows into your race. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എന്തുമാത്രം നിങ്ങൾ അംഗീകരിക്കുന്നു അത്രമാത്രം ദൈവത്തിന്റെ കൃപയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒഴുകിയെത്താൻ കഴിയും. And when I say humility, I don't just mean our usual understanding of a false humility. ഞാൻ താഴ്മ എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു തെറ്റായ താഴ്മയെ കുറിച്ചല്ല ഞാൻ Which പറയുന്നത്. is where we say, oh, ഇല്ല, ഞാൻ ഒന്നും പുഴുവാ, ഞാൻ ചെറുതാ, all of that. തെറ്റായ താഴ്മ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്നുമല്ല, ഞാൻ പുഴുവാ ചെറുതാ എന്ന് പറഞ്ഞു നടക്കുന്ന. Somebody said like this, humility is strength under control. ആരും ഇങ്ങനെ പറയുന്നുണ്ട്, ഈ താഴ്മ എന്ന് പറയുന്നത് ക്രമീകരിച്ച ബലമാണ്, നിയന്ത്രണം ഉള്ള ഒരു ബലമാണ്. It is knowing realistically where you are. അത് സത്യത്തിൽ നമ്മൾ എവിടാന്ന് നമ്മൾ എന്തോന്ന് അറിയുന്ന അറിവാണ്. കുക്ക് ചെയ്യാൻ കുറച്ച് കഴിവുണ്ടെങ്കിൽ കുറച്ച് കഴിവുണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ in one area if you have little bit of talent, you should accept it, not like be proud about it, but you are okay to be honest about your strengths. ഏതെങ്കിലും മേഖലയിൽ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവുണ്ടെന്ന് പറയണം, എങ്കിലും അതിനെക്കുറിച്ച് അഹങ്കരിച്ച് നടന്ന് അത് വലിയ പൊങ്ങച്ചത്തോടെ പറഞ്ഞു നടക്കരുത്. I think it's very difficult for our South Asian culture to really accept this. നമ്മുടെ ഈ സൗത്ത് ഏഷ്യൻ കൾച്ചറിൽ ഇത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. Because even when we really want a tea, when you go as a guest to the home, when they offer you that tea, say, oh, yo, വേണ്ട. നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അവർ നമുക്ക് ചായ തരുവാണെങ്കിൽ കൂടി നമുക്ക് അത് ഒത്തിരി ആവശ്യമുണ്ടെങ്കിൽ കൂടി നമ്മൾ പറയും ഓ വേണ്ട. So I'm not encouraging you to go to every house and now go and ask for tea. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ വീട്ടിലും പോകുമ്പോൾ നിങ്ങൾ ചായ ചോദിക്കണം എന്നല്ല. But if you have something to share, in humility you can say it. നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടെങ്കിൽ താഴ്മയോടെ നിങ്ങൾക്ക് അത് You പങ്കുവെക്കാം. can honorably say it. വളരെയധികം മാന്യതയോടെ അത് It is പങ്കുവെക്കാം. strength under control. അത് നിയന്ത്രണത്തിലുള്ള നിങ്ങളുടെ So ബലം. how does humility help? It positions your heart ആ താഴ്മ നമ്മുടെ ഹൃദയത്തെ ക്രമീകരിക്കും. to receive more of God's strength. ദൈവത്തിന്റെ ബലം അധികമായി സ്വീകരിക്കും. Hallelujah. ഹല്ലേലൂയ. Let me go to the fifth one. അഞ്ചാമത്തെ കാര്യം, Take time to have strategic rest in the Lord. നിങ്ങൾ നേരം കണ്ട് ദൈവസന്നിധിയിൽ വിശ്രമിക്കുക. Note the point, strategic. അതും വളരെയധികം വ്യക്തമായി പ്ലാൻ ചെയ്തുള്ള റെസ്റ്റ്. I didn't say perpetual. ഞാൻ പറഞ്ഞ നിത്യമായ റെസ്റ്റ് അല്ല, Strategic rest in the Lord. നിങ്ങൾ തന്നെ ക്രമീകരിക്കുന്ന വിശ്രമം. Matthew 11 verse 28 to 30. You don't have to read this. We see, come to me, all who are weary and heavy laden, and I will give you rest. മത്തായി 11:20 ഇങ്ങനെ പറയുന്നു, കഷ്ടപ്പെട്ട് ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരുന്നു. Jesus is inviting us always to take us on a journey of rest. യേശു ക്രിസ്തു നമ്മളുടെ മേൽ വെച്ചിരിക്കുന്ന ക്ഷണം എന്നും വിശ്രമത്തിൽ നമ്മളെ കൊണ്ടുപോകാനാണ്. And we all know that rest is not just a time period, it is a lifestyle. നമുക്ക് എല്ലാവർക്കും അറിയാം, വിശ്രമം എന്ന് പറയുന്നത് ഒരു കുറിപ്പിട്ട നേരം മാത്രമല്ല, അതൊരു ജീവിത ശൈലിയാണ്. It is a decision we strategically take to always give margin in our life. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സ്ഥാനം കൊടുക്കാൻ നമ്മൾ എടുക്കുന്ന വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. When we mix sounds, I use this term called headroom. ഞാൻ സൗണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഹെഡ് റൂം എന്നൊരു പദം ഞാൻ ഉപയോഗിക്കും. When you take one audio channel and set the volume for that, നമ്മളൊരു ഓഡിയോയ്ക്ക് ഒരു ചാനൽ എടുത്ത് അതിനായിട്ടൊരു വോളിയം സെറ്റ് ചെയ്യുമ്പോൾ, if you max out the volume level when you set it up, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം നമ്മൾ അങ്ങ് മാക്സിമത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ, during service if there needs to have some kind of adjustment where you need to increase it, there is no headroom. ശുശ്രൂഷ സമയത്ത് നമുക്ക് കുറച്ച് ശബ്ദം കൂട്ടണമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ഹെഡ് റൂം നമുക്ക് കിട്ടും. Am I getting too technical today? ഞാൻ ഒത്തിരി ടെക്നിക്കലായിട്ട് സംസാരിക്കുന്നു. Sorry. But what I'm trying to say is, if I don't leave a little bit of gap in that volume level,
when I need it, there is no margin. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്പം ഗ്യാപ്പ് വോളിയം സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വെച്ചില്ലെങ്കിൽ സ്റ്റേജിൽ ആവശ്യമുള്ളപ്പോൾ അത് പിന്നെ മാറ്റാൻ ഒരു സ്ഥലം എനിക്ക് There കിട്ടും. is no room, there is no margin to increase. അതിനൊരു സ്ഥലമില്ല കൂട്ടാൻ. That is sometimes our life. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെയാണ്. You know, we don't have a gap to fit in this rest. ഈ വിശ്രമം ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ല. You know, grace invites us to rest, not just run. എന്നാൽ കൃപ നമ്മളെ ക്ഷണിക്കുന്നത് വിശ്രമിക്കാൻ കൂടിയാണ്, So in ഓടാൻ a മാത്രമല്ല. race, rest is also part of it. അതുകൊണ്ട് നിങ്ങളുടെ ഓട്ടത്തിന് വിശ്രമം അതിന്റെ ഒരു ഭാഗമാണ്. Sabbath and margin are part of God's race strategy. ശബത്തും അതുപോലെ തന്നെ കുറച്ച് സമയം കണ്ടെത്തുന്നതും നമ്മുടെ ഓട്ടത്തിന്റെ ഒരു ഭാഗമാണ്. That is why God himself modeled it for us. അതുകൊണ്ടാണ് ദൈവം തന്നെ നമുക്കായിട്ട് അത് You know, he ക്രമീകരിച്ചിരിക്കുന്നത്. could have kept on creating. ദൈവത്തിന് സൃഷ്ടിച്ചുകൊണ്ടേ He ഇരിക്കാൻ could have worked that seventh day. ആ ഏഴാമത്തെ ദിവസവും In പ്രവർത്തിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. all wisdom, he knew, you know, before time that, you know, I need to show my people that even I rest. എങ്കിലും ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പരിപൂർണതയിൽ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു നമ്മളെ കൂടെ കാണിക്കാൻ വിശ്രമം ആവശ്യമുണ്ടെന്ന് ഏഴാമത്തെ ദിവസം. Godly rest is not an escape from purpose, but it is part of the rhythm of grace. ദൈവികമായ വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ നിയോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു നേരമല്ല, പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ ഇരുന്ന് അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു As you കാര്യമാണ്. know, music is a combination of noise and silence. നിങ്ങൾക്ക് അറിയാമായിരിക്കും, സംഗീതം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെയും അതേസമയം നിശബ്ദത്തിൻ്റെയും ഒരു സമ്പൂർണ്ണ മിശ്രമമാണ്. If it was noise alone, it would have sounded like, you know, the sound when we used to tune the TV antenna. അത് ശബ്ദം മാത്രമാണെങ്കിൽ ടി വി ആൻറ്റിനൊക്കെ ട്യൂൺ ചെയ്യുമ്പോൾ ഒരു തരം ശബ്ദം ഉണ്ടാവില്ല, ഇപ്പം ഈ അതുപോലെ ആയിരുന്നു എപ്പോഴും. I have to give him 1 minute of silence to honor that. Thank you. അത് മാനിക്കാനായിട്ട് ഞാൻ ഒരു നിമിഷം നിശബ്ദമായി കൊടുക്കണം. So God is calling us to have the balance between music and silence. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന്റെയും നിശബ്ദത്തിന്റെയും ഒരു ബാലൻസിലാണ് ദൈവം നമ്മളെ Be still and know He is God. വിശ്രമിച്ച് അമർന്നിരുന്ന് ദൈവമെന്ന് It അറിഞ്ഞുകൊള്ളുക. could look like taking a break, going on a vacation, all of that, but it is actually a lifestyle. അത് ചിലപ്പോൾ നമ്മളൊരു വെക്കേഷൻ എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുന്ന പോലെ ആയിരിക്കാം, പക്ഷെ അതൊരു ജീവിതശൈലിയായി On a മാറും. daily basis, you should have pockets where you just chill with the Lord. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു സമയം അല്ലെങ്കിൽ ഒരു സ്ഥാനം വേണം ദൈവമായിട്ട് പോയി കുറച്ച് സമയം That വിശ്രമിക്കാൻ. is where you choose to lean. അവിടാണ് നിങ്ങൾ ദൈവത്തിലേക്ക് ചായാൻ You know, തിരഞ്ഞെടുക്കുന്നത്. that is actually the word, right? Resting on God. അതല്ലേ ആ പദവും പറയുന്നത്, ദൈവത്തിൽ വിശ്രമിക്കുക. You're not resting without God, you're resting on God. ദൈവം ഇല്ലാതെ വിശ്രമിക്കുകയല്ല, ദൈവത്തിൽ വിശ്രമിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And finally, the sixth one, അവസാനമായിട്ടുള്ളത് ആറാമത്തേത്, stay rooted in community and accountability. നമ്മുടെ കൂട്ടായ്മയിലും പരസ്പരം കണക്ക് ബോധിപ്പിക്കുന്നതിലും വേരുറച്ചിരിക്കുക. We read in Hebrews chapter 10 verse 24 to 25 like this. എബ്രായർ 10:24-25 നമുക്ക് ഇങ്ങനെ വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകും. Regular fellowship and encouragement are necessary for endurance in the race. സ്ഥിരമായ കൂട്ടായ്മയും പരസ്പരം പ്രചോദിപ്പിക്കുന്നതും നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഓട്ടം തികയ്ക്കാൻ. The grace to keep going often flows through mutual encouragement. സ്ഥിരതയോടെ ഓടാൻ പരസ്പരം എൻകറേജ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. The Lord uses community to encourage us to go forward. കൂട്ടായ്മയാണ് മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് പ്രചോദനം. The Lord uses community to remind us about His grace. കർത്താവ് കൂട്ടായ്മയാണ് തൻ്റെ കൃപയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്നത്. The Lord uses community to remind us maybe we are running a little too fast. ആ കൂട്ടായ്മയാണ് പലപ്പോഴും നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ അധികം വേഗതയിൽ ഓടുന്നതെന്ന്. That's why we are called World Impact Community Church. അതുകൊണ്ടാണ് നമ്മുടെ പേര് തന്നെ വേൾഡ് ഇമ്പാക്ട് കമ്മ്യൂണിറ്റി We are called to be a community church. കാരണം നമ്മുടെ വിളി ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ. Hallelujah. ഹല്ലേലൂയ. Hallelujah. We cannot do this life alone.
നമുക്ക് ഒറ്റയ്ക്ക് ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ We need സാധിക്കില്ല. others to pray for us. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് We മറ്റുള്ളവരെ need ആവശ്യമാണ്. others to encourage us. നമ്മളെ പ്രചോദനപ്പെടുത്താൻ നമുക്ക് മറ്റുള്ളവർക്ക് We need ആവശ്യമാണ്. mentors to help us see what we cannot see. മെന്റേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്ക് കാണാത്ത കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരാൻ. Hallelujah. So let's stay rooted in community. അതുകൊണ്ട് തന്നെ കൂട്ടായ്മയിൽ വേറെ ഉറച്ച് നമുക്ക് So ഇരിക്കാം. just to recap the 6 practical ways. ആ 6 പ്രാക്ടിക്കലായ വഴികൾ ഒന്നുകൂടി ജസ്റ്റ് നോക്കാനായിട്ട് Look unto Jesus daily. യേശു ക്രിസ്തുവിലേക്ക് ദിനംദിനം നോക്കിക്കൊണ്ടിരിക്കുക. Allow the word of God to build you up. പരിശുദ്ധാത്മാവിനെ ദൈവവചനത്തെ നമ്മളെ പടുത്തുയർത്താൻ അനുവദിക്കുക. Submit to the leadership of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുക. Eliminate pride and embrace humility. നമ്മുടെ ഉള്ളിൽ നിന്ന് അഹങ്കാരത്തെ മാറ്റി താഴ്മയെ സ്വീകരിക്കുക. Take time to have strategic rest in the Lord. ദൈവസന്നിധിയിൽ തെരഞ്ഞെടുത്ത വിശ്രമവേളകൾ നിങ്ങൾ ക്രമീകരിക്കുക. Finally, stay rooted in community and accountability. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ, ദൈവസഭയുടെ കൂട്ടായ്മയിൽ വേരുറച്ചിരിക്കുക. Hallelujah, church. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. So let us lean into God's grace to handle the pace for our race. അതുകൊണ്ട് തന്നെ ദൈവകൃപയിൽ ചാഞ്ഞ് ആശ്രയിച്ച് നമ്മുടെ ഓട്ടത്തിന്റെ വേഗത നമുക്ക് ക്രമീകരിക്കാം. Every season, എല്ലാ കാലഘട്ടത്തിലും, every call, എല്ലാ വിളിയിലും, every role, എല്ലാ നമ്മുടെ റോളുകളിലും God's got you. ദൈവം നിങ്ങളെ കയ്യിൽ മുറുകി പിടിച്ചിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. God's got you. ദൈവം നിങ്ങളെ കൈ മുറുകി പിടിച്ചിട്ടുണ്ട്. Any challenge, എന്ത് തരത്തിലുള്ള ചാലഞ്ച് ആണെങ്കിലും, any difficulty, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും, any struggle, ഈ എന്ത് കഷ്ടപ്പാടാണെങ്കിലും God's got you. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. I don't know why I want to keep saying that. God's got you. എനിക്കതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പ്രചോദനം വരുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട്. God's got you. ദൈവം നിങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട്. God's got you. ദൈവം നിങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട്. His grace can carry you. ആ കൃപ നിങ്ങളെ താങ്ങി നടത്തും. Hallelujah. ഹല്ലേലൂയ. When we strive in our own strength, നമ്മുടെ സ്വന്തം ബലത്തിൽ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ we feel like aborting. നമുക്ക് വിട്ടുപോകാനുള്ള ഒരു തോന്നലുണ്ട്. Like I mentioned in the beginning, I felt like aborting so many times. ആദ്യം എൻ്റെ ഉപമയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വിട്ടുപോകാനുള്ള ഒരു പ്രചോദനം പലപ്പോഴും When I really knew that this was what God called me for. എങ്കിലും ഇതിനു വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ Even with all that conviction, confirmation, prophecy, I still wanted to run away. ആ പ്രവചനവും കൺഫർമേഷനും ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് ഓടിപ്പോവാനായിരുന്നു I honestly have thought of, one night just taking a bus somewhere without telling anyone and leave. സത്യം പറഞ്ഞ ഒരു രാത്രിയിൽ ആരോടും പറയാതെ ഒരു ബസ് എടുത്ത് സ്ഥലം വിട്ടു പോകാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആശർ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? സത്യ. Because the enemy knows if you abort your race, he's got you. ശത്രുവിനറിയാം നമ്മുടെ ഓട്ടം നമ്മൾ വിട്ടാൽ അവൻ നമ്മളെ മുറുകി Because പിടിക്കും. church, let me remind you, the enemy is scared of you. കാരണം സഭയെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ശത്രു നിങ്ങളെ കണ്ട് ഭയപ്പെടുന്നു. And so many times we are actually scared of him. പക്ഷെ പലപ്പോഴും നമുക്കാണ് അവനെ കാണുമ്പോൾ ഭയം. Because he knows when a son or a daughter walks in the authority, കാരണം അവനറിയാം ദൈവത്തിന്റെ പുത്രനോ പുത്രിയോ അതിന്റെ അധികാരത്തിൽ നടക്കുമ്പോൾ his kingdom trembles. ശത്രു രാജ്യം He കുലുങ്ങുന്നു. shivers. അത് നടുങ്ങുന്നു. And because he knows that he will take you away from the grace, which is actually so cool, right? It's so powerful, but we don't lean on his grace. അത് അറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആ ദൈവവിളിയിൽ നടക്കാൻ നോക്കുമ്പോൾ ശത്രു നമ്മളെ അതിൽ നിന്ന് പിന്മാകാൻ നോക്കുന്നത്. പക്ഷേ നമ്മൾ ആ ദൈവ കൃപയിലേക്ക് ചായുമ്പോൾ എന്ത് ശക്തിയാണ് അതിലുള്ളത്. So today I want to tell the church, do not abort your race. അതുകൊണ്ട് സഭയെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിളി വിട്ടു പോകരുത്. There is grace. അതിന് കൃപയുണ്ട്. Hallelujah. ഹല്ലേലൂയ. God's grace is the fuel for your race. ദൈവ കൃപയാണ് നിങ്ങളുടെ ഓട്ടത്തിനുള്ള ഇന്ധനം. Can we rise up to our feet even as we just spend some time embracing this grace? നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവ കൃപയെ മുറുകി പിടിക്കാൻ കുറച്ച് നേരം എടുക്കാം. Father, embrace us with your grace. പിതാവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ മുറുകി പിടിക്കണം. Lord, this might be, something that we already have heard, already know. പലപ്പോഴും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കും. But it's not about information, Lord. പക്ഷെ ഇത് അറിവിനെ കുറിച്ചല്ലോ. Father, we want to lean on to your grace. അങ്ങയുടെ കൃപയിൽ ചായ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. For every role you have called us for. അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും, For every dream you have designed us for. ഞങ്ങൾക്കായി അങ്ങ് ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ സ്വപ്നങ്ങൾ For നിർവഹിക്കും. every idea that you had for us when you created us, Lord. ഞങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ ഓരോ ചിന്തയ്ക്കായി
Lord, we want to embrace this powerful grace this morning. അതിന് ഓരോരുത്തരെയും അങ്ങയുടെ ആ ബലമുള്ള കൃപ മുറുകി പിടിക്കണം. Church, I don't know which season you are in right now. സഭയെ, നിങ്ങൾ ഇന്ന് ഏത് കാലഘട്ടത്തിലാണെന്ന് എനിക്കറിയില്ല. I don't know your situations. നിങ്ങളുടെ സാഹചര്യം എന്തെന്ന് എനിക്കറിയില്ല. Whatever it might be, അതെന്താണെങ്കിലും I'm encouraging you, lean on. ഞാൻ നിങ്ങളെ പ്രചോദനപ്പെടുത്തട്ടെ. ചായുക, Lean on. ചായുക, Lean into His grace. ആ കൃപയിലേക്ക് ചായുക. And not your own understanding, നിങ്ങളുടെ സ്വന്തം അറിവിലല്ല, not your own strength. നിങ്ങളുടെ സ്വന്തം ബലത്തിലല്ല. Oh, Sekhalabala Shekeredi, I sense the power of God in this place right now. ദൈവശക്തി ഈ സ്ഥലത്തിലുള്ളത് ഞാൻ സെൻസ് ചെയ്യുന്നു. The Holy Spirit is hovering over us. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കുക. Allow Him to minister to you. പരിശുദ്ധാത്മാവ് നമ്മൾ ശുശ്രൂഷിക്കാൻ അനുവദിച്ചു. Allow Him, allow Him. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ ദയയാ നിത്യദയയാ നിന്നത് നിന്നത് കൃപയാ. Thank you, Lord. കൃപയാ. Thank you, Jesus. ദൈവ കൃപയാ നിർത്തിയിടും നിർത്തിയിടും ദയയാ ദയയാ നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി പിതാവേ, നീ ചെയ്ത നന്മകൾ കോരായിരം. Lord, we embrace your grace this morning. അങ്ങയുടെ കൃപയെ ഞങ്ങൾ മുറുകി പിടിക്കുന്നു കർത്താവ്. We embrace your grace. അങ്ങയുടെ കൃപയെ മുറുകി പിടിക്കുന്നു. നിന്ദയല്ലയോ എന്നെ നാട്. Oh, let's sing that again. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി പിതാവേ, നീ ചെയ്ത നന്മകൾ. Thank you, Lord. Embrace your people, Jesus. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ ദയയാ നിത്യദയയാ. This morning we choose to embrace this powerful grace. കർത്താവ്, ഈ പകൽക്കാലം അങ്ങയുടെ ബലമുള്ള ഈ കൃപയെ മുറുകി പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. To fulfill every assignment. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ എല്ലാ പ്രവർത്തികളും പൂർത്തീകരിക്കുക. Church, the Lord says, get excited about your assignment. ദൈവം പറയുക, സഭയെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സന്തോഷം Get ഉണ്ടാകട്ടെ. excited about your calling. നിങ്ങളുടെ വിളിക്കാൻ നിങ്ങൾക്കുള്ള സന്തോഷം ഉണ്ടാകട്ടെ. Because it's heaven's design for you. കാരണം സ്വർഗ്ഗം നിങ്ങൾക്കായി ക്രമീകരിച്ചതാണ്. It is not based on any educational qualification or family background. നിങ്ങളുടെ പഠിപ്പിന്റെയോ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെയോ അടിസ്ഥാനത്തിലുള്ള ഏതുതരം ഒരു ക്വാളിഫിക്കേഷന്റെ It is അടിസ്ഥാനത്തിലല്ല. based on heaven's design for you. അത് സ്വർഗ്ഗം നിങ്ങൾക്കായി ക്രമീകരിച്ചിരിക്കുന്ന കാര്യമാണ്. Lord, I pray you release your children into your works, Father. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തിയിലേക്ക് അങ്ങയുടെ മക്കളെ അങ്ങ് റിലീസ് ചെയ്ത് വിട്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Launch out your children into everything that they are called for, Father. ഓ, അങ്ങ് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓരോ വിളിയിലേക്ക് അവരെ ലോഞ്ച് ഔട്ട് ചെയ്താട്ടെ കർത്താവേ. Hallelujah. ഒരു ചെറിയ ഒരു ബോട്ട് വെള്ളത്തിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ തള്ളി കൊടുക്കുന്ന ഒരു വിഷൻ ഞാൻ കാണുന്നു. ഒരാൾ ഇങ്ങനെ ചവിട്ടി അതിനെ മൂവ് ചെയ്യുന്ന പോലെ ഒരു ലോഞ്ചിങ് ഔട്ട് ഇൻ ജീസസ് നെയിം. കൃപയാൽ യേശുവിന്റെ നാമത്തിൽ Oh, we embrace this grace. We don't want to take your grace lightly. We don't want to take this grace for vain, oh God.
കർത്താവെ, അങ്ങയുടെ കൃപയെ വൃഥാവായോ അതിനെ ലേസായോ എണ്ണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. This morning we ask forgiveness if we have ever taken your grace in vain. അങ്ങയുടെ കൃപ വൃഥാവാ ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്ഷമ ചോദിക്കുന്നു കർത്താവ്. Sorry Lord. സോറി കർത്താവ്, It's because we didn't know. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. We want to take your grace seriously, Lord, അങ്ങയുടെ കൃപ അധികം സീരിയസ് ആയിട്ട് എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. because it is power. കാരണം അത് ബലമാണ്, It is dunamis. അത് ഡുനാമിസ് ആണ്, It is dynamite power. അത് ഡൈനാമൈറ്റിന്റെ ശക്തിയുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. Shere vandro sonda laraga rabara dere bara sara gala rabara dere de. ഓ യേശുവേ, ഞങ്ങൾ അതങ്ങ് പ്രാപിക്കുക, അങ്ങയുടെ കൃപ ഞങ്ങൾ പ്രാപിക്കുക. യെസ് 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 ഓന്തോ റോസോ കലാ ഗരവ റാന്തേരെ ബാന്ദ്രോ സേക്കേദേരെ. ഞങ്ങൾ സ്വീകരിക്കുന്ന അപ്പച്ച, അങ്ങയുടെ കൃപ ഞങ്ങൾ സ്വീകരിക്കുന്ന അപ്പച്ച. റാന്തോ ശേഖലഗരഗരദിയാന്തരെ. അങ്ങയുടെ കൃപയാൽ മുന്നോട്ട് പോയാൽ മതി കർത്താവേ. കൃപയില്ലാതെ ഞങ്ങൾക്ക് ഒരു ചുവട് പോലും വെക്കണ്ട കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. Hallelujah. God's grace is the fuel for your race. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ ഓട്ടത്തിന്റെ In ഇന്ധനം. Jesus' name, amen. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. Hallelujah.